ഗായ്സ്, അപ്പം നമ്മളെ കയ്യിൽ ഇരിക്കുന്ന ഒരു EPS ആണ്. പവർ സ്റ്റിയറിംഗ് വർക്കാവുള്ളതെന്ന് പറഞ്ഞ് മാർത്താണ്ഡത്തിൽ നിന്ന് ഒരു വന്ന വണ്ടിയാണ് ഹോണ്ട ബ്രിയോ. അപ്പോൾ അതിൻ്റെ നമ്മൾ ഫുൾ കാര്യങ്ങളും ഹോണ്ട ബ്രിയോ. അപ്പോൾ നമ്മൾ അതിൻ്റെ പവർ സ്റ്റിയറിങ്ങിൻ്റെ സ്കാൻ ചെയ്തപ്പോൾ നമുക്ക് ടോർക്ക് സെൻസറും അതുപോലെ തന്നെ EPSും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ സ്കാൻ ചെയ്ത റിസൾട്ട്. പവർ സ്റ്റിയറിംഗ് വർക്ക് ആവണില്ല. അപ്പോൾ സ്കാൻ ചെയ്തപ്പം അതുപോലെ തന്നെ ലൈറ്റും ഇവിടുത്തെ ഓറഞ്ച് സ്റ്റിയറിങ്ങിൻ്റെ ലൈറ്റും കത്തി കിടക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അണയണമെന്നില്ല. നല്ല പവർ സ്റ്റിയറിംഗ് ഹാർഡുണ്ട്. അപ്പോൾ അത് സ്കാൻ ചെയ്തപ്പോൾ EPSും അതുപോലെ തന്നെ ടോർക്ക് സെൻസറും കാണിക്കുന്നുണ്ട്. അപ്പോൾ ടോർക്ക് സെൻസറായിട്ട് വാങ്ങിക്കാൻ കിട്ടില്ല, സ്റ്റിയറിംഗ് ബോക്സ് അസംബിളിയാണ്. അപ്പോൾ സെക്കൻഡ്സിന് നോക്കിയപ്പോൾ പുതിയതിന് നോക്കിയപ്പോൾ സ്റ്റിയറിംഗ് ബോക്സിന് 40,000 മുകളിലും അതുപോലെ തന്നെ ഈ EPSന് 44,000 മുകളിൽ വില ഉണ്ട്. അപ്പം രണ്ടും നോക്കുമ്പോൾ തന്നെ രണ്ട് പുതിയ സാധനം വാങ്ങിക്കേണ്ടി വരും ഈ ഒരു വണ്ടിക്ക്. അപ്പോൾ നമ്മൾ യൂസ്ഡ് വാങ്ങിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ യൂസ്ഡ് വാങ്ങിച്ച് കയറ്റിയിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കേട്ടാ. അങ്ങനെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പവർ സ്റ്റിയറിംഗൊക്കെ നല്ല ഫ്രീ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ EPS മാറിയിട്ടുണ്ട്, അതിൻ്റെ പഴയ EPS അരിപ്പുണ്ട്, ടോർക്ക് സെൻസർ മാറിയിട്ടുണ്ട്, EPSും മാറി. അതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. രണ്ടും മാറിയപ്പം വണ്ടി മൊത്തത്തിൽ ക്ലിയർ ആയി. അപ്പോൾ നമുക്ക് ആ ലൈറ്റൊക്കെ അണഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ഓട്ടിച്ച് നോക്കിയാണ്. ഇനി ചൂടാകുമ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാണിക്കണുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഓട്ടിച്ച് നോക്കിയാണ്. അപ്പോൾ എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം വണ്ടി അത്യാവശ്യം ഓടി. അപ്പം ഒരു ഇത് കംപ്ലൈൻറ്റും ഇല്ല. അതുപോലെ നമ്മളിപ്പം ഡെലിവറി ചെയ്യാൻ പോവുകയാണ്. അപ്പം ഓട്ടിച്ചൊക്കെ നോക്കി വണ്ടി കൊടുക്കാൻ പോവുകയാണ്. പവർ സ്റ്റിയറിംഗ് ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ EPSും ടോർക്ക് സെൻസറുമാണ് കാണിച്ചത്. സ്റ്റിയറിംഗൊക്കെ നല്ല ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗിൽ നിന്ന് കൈയെടുക്കുമ്പോൾ റിട്ടേൺ പോകുന്നുണ്ട്. ടൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഉണ്ടല്ലേ, അതും നല്ലപോലെ ഫ്രീ ആയിട്ടുണ്ട്. ഇതിൻ്റെ പവർ സ്റ്റിയറിംഗ് വർക്കാവാതെ കമ്പനിയെ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ EPS കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ് ടോർക്ക് സെൻസർ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ് ECM കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞ് ECM ഒക്കെ പൊളിച്ച് റീബോണ്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണത്. ECM കമ്പനി ചെയ്യൂല, അവർ വർക്ക് എടുത്തിട്ട് പുറത്ത് കൊടുത്താണ് ചെയ്തത്. ECM പുറത്ത് കൊടുത്ത് അവർ ചെയ്ത് നോക്കിയിട്ടും ക്ലിയർ ആവാതെ മാർത്താണ്ഡത്തിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടിയാണ്. അങ്ങനത്തെ ഒരു വണ്ടിയാണിത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ EPSും ടോർക്ക് സെൻസറും ആയിരുന്നു കംപ്ലൈൻറ്റ്. EPS ശരിക്കും കംപ്ലൈൻറ്റ് വരൂലായിരുന്നു. ഇവർ പൊളിച്ച് അതിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ECM പൊളിച്ച് റീബൗണ്ട് ചെയ്ത വണ്ടിയാണ്. അതുപോലെ തന്നെ ഇത് ശരിക്കും പോകാൻ കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ മുങ്ങിയിട്ടുള്ള വണ്ടിയാണ്. ഫ്രണ്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം ഈ ടോർക്ക് സെൻസർ ഇരിക്കുന്ന സ്റ്റിയറിങ്ങിൻ്റെ കൂടെയാണ്, താഴെ, വണ്ടിക്കകത്തല്ല, വണ്ടിയുടെ പുറത്ത്. അപ്പം പെട്ടെന്ന് അത്യാവശ്യം ഒരു ടയറിൻ്റെ പകുതിയോളം വെള്ളം കയറുമ്പോൾ ടോർക്ക് സെൻസറിനകത്ത് വെള്ളം കയറിയിട്ടാണ് ഇത് കംപ്ലൈൻ്റ് ആവാൻ കാരണം. അല്ലാണ്ട് ഈ ടോർക്ക് സെൻസർ അങ്ങനെ പെട്ടെന്ന് പോകുന്ന ഒരു സംഭവമില്ല. വെള്ളം കയറിയാണ് ഈ സെൻസർ പോയിട്ട് വർക്കാവാതെ സ്റ്റിയറിംഗ് ടൈറ്റ് ആയത്. സ്റ്റിയറിംഗ് ടൈറ്റ് എന്ന് വെച്ചാൽ വർക്കാവും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വർക്കാവില്ല. ഒരു 15-20 സെക്കൻഡ് കഴിഞ്ഞപ്പം വർക്കാവും, പിന്നെ വർക്കാവില്ല. പിന്നെ അങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്. പിന്നെ അത് മാറി മൊത്തത്തിൽ ഡെഡായി.